നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിൽ വിവാദം. പദ്ധതിയുടെ നടത്തിപ്പിന് പുതിയ സാമ്പത്തിക വ്യവസ്ഥ ഏർപ്പെടുത്തി. SPC പദ്ധതി പുതിയതായി അനുവദിക്കപ്പെടുന്ന സ്കൂളുകൾ 5 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് നിർദ്ദേശം. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമനം തടയാൻ കോൺഗ്രസിന്റെ ശ്രമം. കോൺഗ്രസ് നടപടിക്കെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം സംഘർഷത്തിനിടയാക്കി. കുളവാഴകൾ നിറഞ്ഞ് ഒഴുക്ക് നഷ്ടപ്പെട്ട ചാഴൂർ ചിറയ്ക്കൽ തോട്. നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ 100ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ചാലക്കുടി മേലൂർ വെട്ടുകടവിലും തൃപ്രയാറിലും മിന്നൽ ചുഴലി. നിരവധി മരങ്ങൾ കടപുഴകി വീണു. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ പള്ളിയോട മണ്ഡപത്തിന്റെ മേൽക്കൂര തകർന്നു. സെപ്റ്റേജ് മാലിന്യം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ സർവകക്ഷി യോഗം വിളിക്കാൻ ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. തുടർ നടപടി സ്വീകരിക്കുക. ജനങ്ങളുടെ ആശങ്കകൾ കേട്ടതിന് ശേഷം വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി CPI കൌൺസിലർമാർ. വാർത്തകൾ വിശദമായി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിൽ വിവാദം. പദ്ധതിയുടെ നടത്തിപ്പിന് പുതിയ സാമ്പത്തിക വ്യവസ്ഥ ഏർപ്പെടുത്തിയതാണ് വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നത്. സർക്കാർ പുറത്തിറക്കിയ പുതിയ നിർദ്ദേശപ്രകാരം SPC പദ്ധതി പുതുതായി അനുവദിക്കപ്പെടുന്ന സ്കൂളുകൾ 5 ലക്ഷം രൂപ കെട്ടിവയ്ക്കുകയും അത് സംബന്ധിച്ച് പ്രത്യേക സത്യവാങ്മൂലം സമർപ്പിക്കുകയും വേണം. നിലവിൽ SPC യൂണിറ്റുകളുള്ള സ്കൂളുകളെ ഇത് ബാധിക്കില്ലെങ്കിലും ഭാവിയിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കുമ്പോൾ ഈ നിബന്ധന ബാധകമാകുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് 500 പുതിയ സ്കൂളുകളിലേക്ക് SPC പദ്ധതി വ്യാപിക്കാനായിരുന്നു ലക്ഷ്യം. ഇതിനായി അപേക്ഷ ക്ഷണിച്ച ശേഷം 5 ലക്ഷം രൂപ കെട്ടിവയ്ക്കാൻ തയ്യാറാണെന്ന സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടതോടെ സാമ്പത്തിക പരിമിതികൾ കാരണം സർക്കാർ സ്കൂളുകളിൽ പലതും പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യമാണുള്ളത്. ഇതോടെ സാമ്പത്തിക ശേഷിയുള്ള എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കാണ് പദ്ധതി കൂടുതൽ പ്രയോജനപ്പെടുകയെന്ന വിമർശനവും ഉയരുന്നു. യൂണിഫോം, ലഘുഭക്ഷണം, ക്യാമ്പുകൾ, ഓഫീസ് ചെലവുകൾ, അധ്യാപകർക്കും പരിശീലകർക്കുമുള്ള പ്രതിഫലം, പരിശീലന ശില്പശാലകൾ എന്നിവ ഉൾപ്പെടെയുള്ള മുഴുവൻ ചെലവും അതത് സ്കൂളുകൾ തന്നെ വഹിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. SPC പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി A+ നേടുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്തെ വിവിധ യൂണിഫോം സർവീസുകളിലേക്കുള്ള നിയമനങ്ങളിൽ 5 ഗ്രേസ് മാർക്ക് ലഭിക്കും. നിലവിൽ സംസ്ഥാനത്തെ 1048 സ്കൂളുകളിലാണ് SPC പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് വർദ്ധിപ്പിച്ച് 1558 സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതുവഴി ഏകദേശം 25 കോടി രൂപ സമാഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. TCV കൊടുങ്ങല്ലൂർ. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമനത്തിനുള്ള ഇന്റർവ്യൂ തടയാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം. കോൺഗ്രസ് നടപടിക്കെതിരെ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതോടെ കലാമണ്ഡലം ക്യാമ്പസ് സംഘർഷഭരിതമായി. സാംസ്കാരിക വകുപ്പിന്റെ അനുമതിയില്ലാതെയും സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് നിയമനം നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ആരോപണം. പുതിയ ഭരണസമിതി നിലവിൽ വരുന്നതിന് മുൻപായി CPM അനുഭാവികളെ തിരുകിക്കയറ്റാനുള്ള നീക്കമാണ് VCയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. കലാമണ്ഡലം ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ കുത്തിയിരിപ്പ് സമരം നടത്തി. DCC സെക്രട്ടറി ജോണി മണിച്ചിറ സമരം ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. എന്നാൽ കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ വിദ്യാർത്ഥി യൂണിയൻ രംഗത്തിറങ്ങി. പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്തത് അധ്യയനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും ഓഗസ്റ്റിൽ നടക്കേണ്ട അരങ്ങേറ്റവും പരീക്ഷകളും മുടങ്ങുന്ന സാഹചര്യമാണെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരമാണ് അഭിമുഖം നടത്തുന്നതെന്നും പഠനകാര്യത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും അവർ ആവശ്യപ്പെട്ടു. നമ്മൾ അപേക്ഷ കൊടുത്തതിന് തുടർന്നിട്ടാണ് ഇവിടെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. ക്ലാസ് എടുക്കാൻ മതിയായ അധ്യാപകരില്ല എന്ന് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളിവിടെ അപേക്ഷ കൊടുത്തതിന് തുടർന്നിട്ടാണ് ഇവിടെ ഇന്ന് നിയമനം നടക്കാൻ പോകുന്നത്. അതേപോലെ ചീഫ് വാർഡൻ, കുട്ടികൾക്ക് അത്യാവശ്യമായ കാര്യമായ ചീഫ് വാർഡൻ എടുക്കാനുള്ള ഇന്റർവ്യൂ നടന്നപ്പോഴും ഇതേ പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് തടയും. അവരുടെ ഭരണകൂടം വരാതെ ഇവിടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞാണ്. ഇത് വിദ്യാർത്ഥി യൂണിയനുടെ ഭാവിയിൽ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. അരങ്ങേറ്റം എന്നുള്ള കാര്യം ഇപ്പോൾ ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന അരങ്ങേറ്റം മതിയായ രീതിയിൽ അധ്യാപകരില്ലാത്തതുകൊണ്ട് അതടക്കം മുടങ്ങും. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിക്കാണ് ഇത് ദോഷം വരുന്നത്. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത് എല്ലാ വർഷവും ചെയ്യുന്ന കാര്യമാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. അധ്യാപകരില്ലാത്തത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ടെന്നും ഓഗസ്റ്റ് 15 നടക്കേണ്ട അരങ്ങേറ്റം മുടങ്ങാതിരിക്കാൻ നിയമനം അനിവാര്യമാണെന്നും VC വിശദീകരിക്കുന്നു. TCV ചെറുതുരുത്തി. കുളവാഴകൾ നിറഞ്ഞ് ഒഴുക്ക് നഷ്ടപ്പെട്ട് ചാഴൂർ പഞ്ചായത്തിലെ ചിറയ്ക്കൽ തോട്. നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ 100ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. കരുവന്നൂർ പുഴയിൽ നിന്ന് തുടങ്ങി 5 തെങ്ങ് വരെയുള്ള 3 കിലോമീറ്ററോളം നീളം വരുന്ന തോടാണ്
കുളവാഴ മൂടിക്കിടക്കുന്നത്. മഴ ശക്തമായതോടെ വീടുകളിലേക്ക് വെള്ളം കയറുമോ എന്ന ആശങ്കയിലാണ് പഞ്ചായത്തിലെ 8-ാം വാർഡിലെ 100 കണക്കിന് കുടുംബങ്ങൾ. ചിറക്കൽ മാട്ടുമ്മൽ, കോട്ടം മാട്ടുമ്മൽ റോഡുകളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. 6ഓളം കോൾ പാടശേഖരങ്ങളിൽ മഴക്കാലത്തുണ്ടാകുന്ന അധികജലം കരുവന്നൂർ പുഴയിലെത്തി കടലിലേക്ക് ഒഴുകിപ്പോകുന്നത് ഈ തോട്ടിലൂടെയാണ്. ഇവിടെ ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ കോൾ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. കൂടാതെ വൻ കൃഷിനാശമുണ്ടാകുമെന്നും സമീപവാസിയായ സുധീർ പറഞ്ഞു. എല്ലാ വർഷവും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ചണ്ടി വാരാറുണ്ട്. ചില വർഷങ്ങളിൽ വണ്ടിയില്ലാന്ന് പറഞ്ഞ് വാരാണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വെള്ളം റിട്ടേൺ ഒഴുകി പോകുന്ന ചാലാണ് ചെറക്കത്തോട്. ഈ ചെറക്കത്തോട്ടിൽ ചണ്ടി വളരെയധികം വർദ്ധിച്ച്, ഇതിന് മെയിൻ കാരണം ഈ ചണ്ടി വാരുമ്പോൾ ഒരു വർഷത്തേക്ക് വാരാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വാരി ഇവരിട്ട് പോവും. പിന്നെ ബാക്കിയുള്ളത് വളർന്ന് വീണ്ടും 3 മാസം കഴിയുമ്പോഴേക്കും ഈ പുഴ നിറയും. ഈ ചണ്ടി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒഴുക്ക് തടസ്സപ്പെടും. ഇവിടുത്തെ ജനങ്ങൾ കുളിക്കാനും ഈ പാത്രം കഴുകാനെല്ലാം ഈ പുഴയിലത്തെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾക്ക് സാധ്യമല്ല. പൈപ്പിലും വെള്ളമില്ല. കുടിക്കാൻ ഈ കിണറുകൾ ഈ ചണ്ടി ചീഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഈ എല്ലാ കിണറ്റിലെയും വെള്ളം മഞ്ഞ നിറത്തിലായിരിക്കുക. ചിറക്കൽ തോട് വൃത്തിയാക്കണമെന്ന പരാതിയുമായി നിരവധി തവണ ജലസേചന വകുപ്പ് അധികൃതരെ സമീപിച്ചെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് ഒഴിവാക്കിയെന്ന് വാർഡംഗം സുബി രഘു പറഞ്ഞു. ഇവിടെ എല്ലാ വർഷവും ചണ്ടി നീക്കം ചെയ്യാറുണ്ട്. പക്ഷേ ഈ വർഷം ചണ്ടി നീക്കം ചെയ്തില്ല. അപ്പോൾ മഴയ്ക്ക് മുന്നേ തന്നെ നമ്മൾ ഇവിടുത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് അവർക്ക് ചെയ്യാനായിട്ടുള്ള ഫണ്ടില്ല എന്നാണ്. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള വീടുകൾ മാത്രമല്ല ഈ ഗ്രാമം മൊത്തത്തിൽ തന്നെ വെള്ളക്കെട്ടിലാവാണ്. പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഈ ചണ്ടി എത്രയും വേഗം നീക്കം ചെയ്യണം. പാടശേഖരങ്ങളിലേക്കും ഇത് കയറിയാൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. എത്രയും പെട്ടെന്ന് മേലധികാരികൾ ഇത് ഇടപെട്ട് ഒഴിവാക്കണമെന്ന്, ഇത് പ്രശ്നം പരിഹരിച്ചു തരണമെന്ന് പറയുന്നു. കുളവാടകൾ ചീഞ്ഞ് പ്രദേശത്താകെ ദുർഗന്ധം വ്യാപിച്ചിരിക്കുകയാണ്. കുടിവെള്ള സ്രോതസ്സുകളും മലിനമായി. ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. TCV തൃപ്രയാർ. ചാലക്കുടി മേലൂർ വെട്ടുകടവിൽ മിന്നൽ ചുഴലി. കുറ്റിയിൽ ലൗലി ജോയിയുടെ പുരയിടത്തിലെ നിരവധി മരങ്ങൾ കടപുഴകി വീണു. 6 ജാതി മരങ്ങളും 10 കവുങ്ങുകളും കടപുഴകി വീണു. വീടിന്റെ മുകളിലൂടെ ജാതി മരം വീണ് ആസ്ബറ്റോസ് ഷീറ്റുകൾ തകർന്നു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ള വീട്ടുപറമ്പിൽ മാത്രമായിരുന്നു ചുഴലി ആഞ്ഞടിച്ചത്. കൃഷിവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗം MS ബിജു പറഞ്ഞു. ഇന്നലെ വൈകിട്ടൊരു 8 മണിക്ക് ശേഷമാണ് ഒരു മിന്നൽ ചുഴലി ഉണ്ടായത്. അപ്പോൾ നമ്മുടെ വാർഡിനകത്ത് ഈ ലവ്ലി ചേച്ചിയുടെ വീട്ടിലാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കായ്ഫലമുള്ള ഏറ്റവും വലിയ ജാതിമരങ്ങളാണ് 6ഓളം ജാതിമരങ്ങളാണ് മറിഞ്ഞിടക്കുന്നത്. ഒരെണ്ണം വീടുമേക്ക് മറിഞ്ഞ് വീടിന് തന്നെ ഷീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പേ ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ മേലൂർ പഞ്ചായത്തിനകത്ത് കുറുപ്പം പോലുള്ള പ്രദേശങ്ങളിലും ഇതുപോലെ തന്നെ മിന്നൽ ചുഴലിയുണ്ട്. മിന്നൽ ചുഴലിൽ വ്യാപകമായ കൃഷിനാശമാണ് വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ പള്ളിയോട മണ്ഡപത്തിന്റെ മേൽക്കൂര തകർന്നു. ഓടുകൾ കാറ്റിൽ തകർന്ന് ഇളകി വീണു. മുകളിൽ സ്ഥാപിച്ചിരുന്ന മേൽക്കൂര പറന്നുമാറി പുഴയിൽ പതിച്ചു. കൊച്ചിൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, തൃപ്രയാർ ക്ഷേത്ര മാനേജർ തുടങ്ങിയവരും കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികാരികളും സ്ഥലം സന്ദർശിച്ചു. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT.
One platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. കനത്ത കാറ്റിലും മഴയിലും പീച്ചി പൊടിപ്പാറയിൽ പരക്കെ നാശനഷ്ടം. ശക്തമായ കാറ്റിൽ പൊടിപ്പാറ സ്വദേശി ഷിജുവിന്റെ വീടിന് മുകളിലേക്ക് മരം വീണ് വീട് ഭാഗികമായി തകർന്നു. സംഭവസമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. സമീപ പ്രദേശത്തു നിന്നിരുന്ന തേക്കുമരം കടപുഴകി വീണു. ഫിഷറീസ് ഓഫീസിനു സമീപത്തെ വൈദ്യുതി തൂണും കാറ്റിൽ ഒടിഞ്ഞു വീണു. കാലവർഷം സജീവമായതോടെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം കനത്തു. ഇത്തവണ ഏറ്റവും കൂടുതൽ വെള്ളം ചാടുന്നത് ഇപ്പോഴാണ്. ചാലക്കുടി പുഴയിൽ 2.75 മീറ്റർ വെള്ളമായി. പുരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് 419 മീറ്ററായി ഉയർന്നു. 424 മീറ്റർ സംഭരണശേഷിയുള്ള ഡാമിൽ 62% വെള്ളത്തിന്റെ അളവ്. വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് എമർജൻസി ഷട്ടറുകളിലൂടെ വെള്ളം വിടുന്നുണ്ട്. അതേസമയം കേരള ഷോളയാറിൽ ഇതുവരെ 21% വെള്ളം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഡാമിൽ 63% വെള്ളമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും പ്രമുഖ ധനകാര്യ സ്ഥാപനമായ NTC ഗ്രൂപ്പിന്റെ കണ്ടശാംകടവ് ശാഖയിൽ സ്ഥാപിച്ചിരുന്ന ലൈറ്റ് ബോർഡ് തകർന്നു വീണു. കണ്ടശാംകടവിൽ പ്രധാന റോഡിനോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ മുകളിലായി സ്ഥാപിച്ചിരുന്ന വലിയ ബോർഡാണ് ശക്തമായ കാറ്റിൽ തകർന്നു വീണത്. രാത്രിയിലായിരുന്ന സംഭവം എന്നതുകൊണ്ട് വലിയ ദുരന്തമാണ് ഒഴിവായത്. കാറ്റിൽ ലൈറ്റ് ബോർഡ് പൂർണ്ണമായും തകർന്നതിനാൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടം സ്ഥാപനത്തിനുണ്ടായിട്ടുണ്ടെന്ന് അധികാരികൾ പറഞ്ഞു. തകർന്നു വീണ ബോർഡിന്റെ ഭാഗങ്ങൾ സുരക്ഷിതമായി മാറ്റി അപകട ഭീഷണി ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ NTC ഗ്രൂപ്പ് അധികൃതരും ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു. പാവറട്ടി കുണ്ടുവക്കടവ് അങ്കണവാടിക്ക് സമീപം ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. മൂന്നാൻ ശങ്കരുവിന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും തകർന്നത്. മൺചുമരുകൾ കൊണ്ട് നിർമ്മിച്ചിരുന്ന വീട് ശക്തമായ കാറ്റിലും മഴയിലുമാണ് കുതിർന്ന് നിലം പൊത്തിയത്. വീടിന്റെ അപകടാവസ്ഥ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നതിനാൽ 2 ദിവസം മുൻപ് തന്നെ കുടുംബാംഗങ്ങൾ സമീപത്തെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരുന്നതിനാൽ അപകടം ഒഴിവായി. സെപ്റ്റേജ് മാലിന്യം വാഹനത്തിൽ കൊണ്ടുപോയി ചക്കംകണ്ടം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ സർവകക്ഷി യോഗം വിളിക്കാൻ ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. മണലൂർ, ഗുരുവായൂർ MLA-മാരെയും പ്രദേശവാസികളെയും ഉൾപ്പെടുത്തി യോഗം ചേരാനാണ് തീരുമാനം. ജനങ്ങളുടെ ആശങ്കകൾ കേട്ടതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. മുൻ ഭരണസമിതി ഇത്തരമൊരു തീരുമാനം എടുത്തിരുന്നു എങ്കിലും CPI-യുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു. ഇത്തവണത്തെ കൗൺസിൽ യോഗത്തിലും CPI കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിച്ച് പൈപ്പ് വഴി മാലിന്യം പ്ലാന്റിലെത്തിച്ച് സംസ്കരിക്കുന്നതാണ് ഉചിതമെന്ന നിലപാടാണ് CPI പ്രതിനിധിയായ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് സ്വീകരിച്ചത്. മാലിന്യ സംസ്കരണത്തിനായി 27 ലക്ഷം രൂപ ചെലവഴിച്ച് വർഷങ്ങൾക്ക് മുൻപ് നഗരസഭ വാങ്ങിയ വാഹനം പ്രദേശവാസികളുടെയും CPI-യുടെയും എതിർപ്പിനെ തുടർന്ന് ഇതുവരെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ വാഹനം ഉപയോഗിച്ച് മാലിന്യ സംസ്കരണം നടത്തിയില്ലെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നടപടികൾ നേരിടേണ്ടി വരും എന്നത് നഗരസഭയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഗുരുവായൂർ നഗരസഭയുടെ 8ാം വാർഡിലെ ജനനന്മ റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ജനനന്മ റോഡിലൂടെ കാൽനട യാത്ര പോലും ദുസ്സഹമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം TCV നൽകിയ വാർത്ത കൗൺസിലർ ജോയ് ചെറിയാനാണ് കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉറപ്പാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദനും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT ഹംസയും ഉറപ്പു നൽകി. നഗരസഭ ബയോ പാർക്കിലെ ഗാന്ധി പ്രതിമ പുനർനിർമ്മിക്കാനും കൗൺസിൽ തീരുമാനിച്ചു. ചൂൽപ്പുറത്തെ ബയോ പാർക്കിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-ന് ഹരിതകർമ്മസേനയുടെ നവീകരിച്ച അഗ്രോ നഴ്സറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബയോ പാർക്കിന് മുൻപിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയാണ് പുനർനിർമ്മിക്കുന്നത്. ഇതു സംബന്ധിച്ച അജണ്ടയിൽ BJP അംഗം ശോഭ ഹരിനാരായണനും CPM കൗൺസിലർ KS അനൂപുമായി തർക്കം നടന്നു. ഗാന്ധി ഘാതകനുമായി ബന്ധപ്പെട്ട അനൂപിന്റെ പരാമർശമാണ് തർക്കത്തിന് ഇടയാക്കിയത്. ഗാന്ധി പ്രതിമ നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായവരുടെ സഹായം തേടാൻ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. വരുന്ന ഒക്ടോബർ 2-ന് പുതിയ ഗാന്ധി പ്രതിമ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പുതുക്കാട് ഫയർ സ്റ്റേഷനിൽ ഫാൻ പൊട്ടിവീണ് 2 പേർക്ക് പരിക്കേറ്റു. സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ സജീവൻ, റെസ്ക്യൂ ഓഫീസർ ശരത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഓഫീസിൽ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഫാൻ പൊട്ടിവീണത്. ഫാനിന്റെ മോട്ടോർ ഭാഗം സജീവന്റെ തലയിലും ലീഫ് വന്നടിച്ച് ശരത്തിനും പരിക്കേറ്റു. ഇരുവരും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. 2 പേരുടെയും പരിക്ക് ഗുരുതരമല്ല.
CC മുകുന്ദൻ MLA ആയിരിക്കെ തന്റെ വ്യാജ ഒപ്പിട്ട് PA പണം തട്ടി എന്ന പരാതിയിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന വിനോദ് K. മസൂദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് പോലീസാണ് വിനോദ് മസൂദിനെ പിടികൂടിയത്. ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് വിനോദ് മസൂദ് പോലീസിന്റെ പിടിയിലായത്. പോലീസ് കേസെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും മസൂദിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച മസൂദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. VS സുനിൽകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന വിനോദ് മസൂദിനെ പാർട്ടിയാണ് CC മുകുന്ദന്റെ സ്റ്റാഫ് അംഗമായി നിയമിച്ചത്. മസൂദിനെ മാറ്റണമെന്ന് CC മുകുന്ദൻ ആവശ്യപ്പെട്ടുവെങ്കിലും പാർട്ടി തയ്യാറായിരുന്നില്ല. മസൂദിനെ ചൊല്ലിയുള്ള തർക്കമാണ് CC മുകുന്ദനെയും CPI-യെയും രണ്ട് തട്ടിൽ എത്തിച്ചത്. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ കിണറ്റിൽ വീണ് വയോധികൻ മരിച്ചു. പള്ളിക്കുന്ന് നടുവിൽ പീടിക വീട്ടിൽ 79 വയസ്സുള്ള പൈലൻ ആണ് മരിച്ചത്. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. വരന്തരപ്പള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി നഗരസഭ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ചെന്നൈ IIT-യിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും വാങ്ങണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V. ഗീത. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ, ചാലക്കുടി മുനിസിപ്പാലിറ്റി സെക്രട്ടറി എന്നിവർക്കാണ് നിർദ്ദേശം നൽകിയത്. അപകടാവസ്ഥയിലുള്ള 9 കെട്ടിടങ്ങളിൽ വിശദമായ പരിശോധന നടത്തി സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും ഇല്ലെങ്കിൽ ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നും തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചിരുന്നു. കെട്ടിടങ്ങളുടെ ബലക്ഷമത സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു. ചാലക്കുടി സ്വദേശി ബാബു ജോസഫ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച വനിതാ കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AM ഷിറാസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ഷൈലിഷ്, ജില്ലാ സെക്രട്ടറി CS രമേഷ് കുമാർ, CD ജോമി, MB അരുന്ധതി തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ നടവരമ്പ് ചിറ വളവ് മുതൽ ഡോക്ടർ പടി വരെ യാത്രാ ദുരിതം. റോഡ് കുണ്ടും കുഴിയുമായിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. കരാർ കമ്പനിയുടെ അനാസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാറളം പഞ്ചായത്തിലെ ചെമ്മണ്ട 4-ാം വാർഡ് ഉന്നതിയിലെ അപകടാവസ്ഥയിലായ കിണർ അടിയന്തിരമായി മൂടണമെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കിണർ കെട്ടി സംരക്ഷിക്കണമെന്ന കളക്ടറുടെ ഉത്തരവിനെതിരെയാണ് പഞ്ചായത്ത് അംഗങ്ങൾ ഏകകണ്ഠമായി കിണർ മൂടണം എന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഏറെ നാളായി ഉപയോഗശൂന്യമായ കിണർ ഉന്നതിയിലെ വീടുകൾക്ക് ഭീഷണിയായി നിലനിൽക്കുകയാണ്. 35ഓളം വീടുകളുള്ള ഉന്നതിയിൽ 5ഓളം വീടുകൾക്ക് ഉപയോഗശൂന്യമായ കിണർ ഭീഷണി ഉയർത്തുന്നുണ്ട്. കിണറിലെ വങ്കുകൾ ഇടിഞ്ഞതുമൂലം സമീപത്തെ ഒരു വീടിന് വിള്ളൽ വീഴുകയും അപകടാവസ്ഥയിലായതിനെ തുടർന്ന് മറ്റൊരു വീട്ടിൽ നിന്നും വീട്ടുകാർ മാറി താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. കിണറിന്റെ സമീപമായി അടുത്തിടെ രൂപപ്പെട്ട വലിയ കുഴി പ്രദേശവാസികൾക്ക് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഉന്നതിയിൽ കുടിവെള്ളം ലഭിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കും സൗകര്യങ്ങൾ ഉള്ളപ്പോൾ അപകടാവസ്ഥയിലുള്ള കിണർ സംരക്ഷിക്കുന്നത് ഉന്നതിയിൽ അപകടങ്ങൾ വരുത്തിവെക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏനാമാക്കൽ റെഗുലേറ്ററിനോട് ചേർന്നുള്ള ബണ്ട് റോഡിലെ ചെളി നീക്കാൻ പഞ്ചായത്ത് അധികൃതർ കർശന നിർദ്ദേശം നൽകിയെങ്കിലും യാത്രക്കാരുടെ ദുരിതം പൂർണ്ണമായും മാറിയിട്ടില്ല. ഏനാമാക്കൽ ഫേസ് കനാലിന് കുറുകെയുള്ള താൽക്കാലിക വളയംബണ്ട് പൊളിച്ച മണ്ണ് നെഹ്റു പാർക്കിനോട് ചേർന്നുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്ത് നിക്ഷേപിക്കുന്നത് മൂലമാണ് റോഡും പരിസരവും ചെളിക്കുണ്ടായത്. ഇക്കാര്യം TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. യന്ത്രസഹായത്തോടെ നീക്കം ചെയ്യുന്ന വെള്ളം ചേർന്ന ചുവന്ന മണ്ണ് ട്രാക്ടറിലാണ് ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്ത് നിക്ഷേപിക്കുന്നത്.
യാത്രാമധ്യേ ചെളിമണ്ണ് റോഡിലേക്ക് വീണാണ് റോഡിലും നിറയെ ചെളിയായത്. ഇതോടെ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുകയും കാൽനട യാത്ര ദുർഘടവുമായി. കുട്ടികളുടെ പാർക്കിലേക്കുള്ള പ്രവേശന കവാടത്തിന് മുന്നിലും നിറയെ ചെളിയാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും കരാറുകാരനുമായും ചർച്ച നടത്തി ടാങ്കർ ലോറിയിൽ വെള്ളം സംഭരിച്ച് ഇടവിട്ട് റോഡ് കഴുകുവാൻ നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് റോഡിലെ ചെളി പൂർണ്ണമായും പോയില്ലെങ്കിലും കുറവുണ്ട്. വരും ദിവസങ്ങളിലും റോഡ് ഇടവിട്ട് വെള്ളമൊഴിച്ച് കഴുകാമെന്ന ധാരണയിൽ വളയംബണ്ട് പൊളിച്ച മണ്ണ് മാറ്റുന്ന ജോലികൾ തുടരും. ചെളി മൂലം കുട്ടികളുടെ പാർക്കിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുള്ളതായി പാർക്കിന്റെ കെയർ ടേക്കർ പറഞ്ഞു. TCV പാവർട്ടി. മാള കേബിൾ വിഷന്റെ 11ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ആദരണീയവും ശനിയാഴ്ച കാർമൽ കോളേജിൽ നടക്കും. 250ഓളം വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും. 100% വിജയം നേടിയ സർക്കാർ വിദ്യാലയങ്ങൾക്കും പ്രതിഭകൾക്കും പുരസ്കാരം സമ്മാനിക്കും. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. KCCL ചെയർമാൻ PP സുരേഷ് കുമാർ അധ്യക്ഷനാകുമെന്നും MCV ചെയർമാൻ PL ജോണി, മാനേജിംഗ് ഡയറക്ടർ ജിജോ ജോസഫ്, ഡയറക്ടർ P ഗിരീശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വന്തം കഠിനാധ്വാനത്തിലൂടെ ഡെലിവറി ബോയിൽ നിന്നും വൈമാനികനിലേക്ക് പറന്നുയർന്ന കഥയാണ് കൊടുങ്ങല്ലൂർ സ്വദേശി ഹൈസിൽ ജബ്ബിന് പറയാനുള്ളത്. കൊമേഴ്സ്യൽ പൈലറ്റ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി വൈമാനികന്റെ യൂണിഫോം അണിയാനൊരുങ്ങുന്ന ഈ യുവാവിന്റെ ജീവിതകഥ പോരാട്ടങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഉദാഹരണമാണ്. ബാല്യം മുതൽക്കേ വ്യോമയാന മേഖലയോട് താല്പര്യമുണ്ടായിരുന്ന ജബിന് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ആകണമെന്നായിരുന്നു മോഹം. എന്നാൽ +2 ശേഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠനത്തിനാണ് ചേർന്നത്. എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യൻ സായുധസേന പൈലറ്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് എഞ്ചിനീയറിംഗ് ബിരുദധാരികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചത്. അതോടെ സായുധസേനയിൽ പ്രവേശിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതിനിടെ ജീവിത ചെലവുകൾക്കായി കൊച്ചിയിലെ സൊമാറ്റോയിൽ ഫുഡ് ഡെലിവറി പാർട്ട്ണറായി ജോലി ചെയ്തു. പിന്നീട് ബംഗളൂരുവിലുള്ള ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഗണിതശാസ്ത്ര അധ്യാപകനായി ജോലിക്ക് ചേർന്നു. 2020 കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിൽ ദുബായിലായിരുന്ന പിതാവ് ഹബീബ് ഹൃദയാഘാതത്തെ തുടർന്ന് കിടപ്പിലായി. പിതാവിനെ നാട്ടിലെത്തിച്ച് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ജെബിൻ ഏറ്റെടുത്തു. 1 വർഷത്തിലേറെ പിതാവിനെ പരിചരിച്ചെങ്കിലും 2ാം കോവിഡ് തരംഗത്തിനിടെ പിതാവ് മരണത്തിന് കീഴടങ്ങി. അതോടൊപ്പം ജെബിന് അധ്യാപക ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിനിടെ 27 വയസ്സ് പൂർത്തിയായതോടെ ഇന്ത്യൻ വ്യോമസേനയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയും പിന്നിട്ടു. എന്നാൽ വാണിജ്യ പൈലറ്റ് ആകുക എന്ന ലക്ഷ്യവുമായി മെന്റർമാരുടെ സഹായത്തോടെ ഫിലിപ്പീൻസിലെ ഫാസ്റ്റ് ഏവിയേഷൻ അക്കാദമിയിൽ ചേർന്നു. 2024 ഡിസംബറിൽ ഫിലിപ്പീൻസിലെത്തി പരിശീലനം ആരംഭിച്ച ജെബിൻ ഈ വർഷം ആദ്യം സ്വകാര്യ പൈലറ്റ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. എയർക്രാഫ്റ്റിന്റെ ഫീൽഡിലേക്ക് എങ്ങനെ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചു തുടങ്ങി. ഈ ലൊക്കാലിറ്റിയിൽ ഈ പരിസരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് ക്യാപ്റ്റൻ നാസർ ഷംസുദ്ദീൻ ഉണ്ട്. വെള്ളാങ്കല്ലൂരാണ് ആളുടെ സ്വദേശം. അപ്പോൾ ആളൊരു പൈലറ്റാണെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു, സംസാരിച്ചു, എനിക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തന്നു. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ പരിപാടിക്ക് ഒരുപാട് ചിലവ് വരുന്നതുകൊണ്ട് ഞാനതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഗൈഡൻസ് വഴി ഈ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിലുള്ള ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഫിലിപ്പീൻസിൽ നിന്ന് പഠിച്ചിട്ട് ഇവിടെ വന്ന് ഫ്ലൈ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർ ഒരുപാട് ആംഡ് ഫോഴ്സിലുണ്ടായിരുന്നതുകൊണ്ട് അവരുടെയൊക്കെ എന്നെ അയക്കുകയും ഞാൻ അവരോട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഫിലിപ്പീൻസിലെ കോഴ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നാലേ എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ ലൈസൻസ് വെച്ച് എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ലൈസൻസ് കൺവേർഷനായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് തീരാറായി. കൊടുങ്ങല്ലൂരിലെ അത്താണിയിൽ മാതാവ് സഫിയോടൊപ്പം താമസിക്കുന്ന ഹൈസിൽ ജെബിന്റെ സഹോദരൻ UK-യിലും സഹോദരി കൊച്ചിയിൽ ബിരുദപഠനവും തുടരുകയാണ്. 29ാം വയസ്സിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിന് ചിറക് നൽകിയതിലുള്ള സന്തോഷത്തിലാണ് ഈ യുവാവ്. TCV കൊടുങ്ങല്ലൂർ. കൂരിക്കുഴി 18 മുറിയിൽ കാനയുടെ സൈഡിടിഞ്ഞ് പിക്കപ്പ് വാഹനം കാനയിൽ കുടുങ്ങി. വീട്ടിൽ നിന്ന് വാഹനം റോഡിലേക്ക് വളയ്ക്കുന്നതിനിടെയാണ് കാനയിൽ പുറകുവശത്തെ ടയർ ഇരുന്നത്. ഇതോടെ വാഹനത്തിന്റെ ഒരു ഭാഗം കാനയിലേക്ക് താഴ്ന്ന് കുടുങ്ങുകയായിരുന്നു. കുന്നത്തുവീട്ടിൽ സബീലിൻ്റേതാണ് വാഹനം. മത്സ്യബന്ധന ഉപകരണങ്ങളുമായി പോകുന്നതിനിടെയാണ് വാഹനം കാനയിൽ കുടുങ്ങിയത്. MLA പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ ഓഫീസ് പറമ്പന്തളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി VR മനോജ് അധ്യക്ഷനായിരുന്നു. CPM മുതിർന്ന നേതാവ് ബേബി ജോൺ, മുൻ MLA മുരളി പെരുന്നെല്ലി, LDF മണ്ഡലം കൺവീനർ TV ഹരിദാസൻ, കവി C. രാവുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മോഹൻദാസ്, KU സരിത, MP സജീബ് തുടങ്ങിയവർ പങ്കെടുത്തു.
മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് നടന്നു. ജില്ലാ പ്രസിഡന്റ് PA ലജിക്കുട്ടൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PA ലജിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി A സഫറുള്ള, ജില്ലാ സെക്രട്ടറി KM അലി, ഫെഡറേഷൻ അഖിലേന്ത്യാ കമ്മിറ്റി അംഗങ്ങളായ U രാജുമോൻ, KA സാജിത്ത്, CITU കേന്ദ്ര കമ്മിറ്റി അംഗം RV ഇക്ബാൽ, സംഘാടക സമിതി ചെയർമാൻ K കൊച്ചനിയൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശുഭ ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുരിങ്ങൂർ സ്വദേശി മൂവ്മെന്റ് 10ാമത് വാർഷികവും പുതിയ ഓഫീസ് ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5-ന് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ജെൻസൺ മണ്ടി, വൈസ് പ്രസിഡന്റ് PP സുബ്രഹ്മണ്യൻ, ട്രഷറർ AR രാജൻ, ഭാരവാഹികളായ ഡേവിസ് ഇടശ്ശേരി, വർഗീസ് ENN, സിജോ ആൻഡോ, ജോർജ് പാറേക്കോടൻ എന്നിവർ സംസാരിച്ചു. ഒരുമനിയൂർ പഞ്ചായത്തിൽ തൃശൂർ കോർപ്പറേഷൻ അനുവദിച്ച 4.5 കോടി രൂപ ചെലവഴിച്ച് പുതിയ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. 15 സെന്റ് സ്ഥലത്ത് 5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള കൂറ്റൻ വാട്ടർ ടാങ്ക് നിർമ്മിക്കും. അടുത്ത വർഷം മെയ് മാസത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പദ്ധതി നാടിന് സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, വൈസ് പ്രസിഡന്റ് നഷറ മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം സുരീഷ്മ ബാബുരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും CM കിഡ്സ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷത വഹിച്ചു. തൂണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുറികല കുഞ്ഞുണ്ണി, തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ലിജോ ജെ കൊള്ളന്നൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, വാർഡ് അംഗം ഷീന വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടിയിൽ വീട്ടമ്മയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന മുരിങ്ങത്തേരി ലോറൻസ് ഭാര്യ 52 വയസ്സുള്ള ബ്രൂഷയെയാണ് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇരിഞ്ഞാലക്കുട ITU ബാങ്കിൽ നടന്ന 400 കോടി രൂപയുടെ തട്ടിപ്പിലെ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ബാങ്കിന്റെ മുൻ ചെയർമാൻ കൂടിയായ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ രാജിവെക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. ബാങ്കിന്റെ മുൻ ചെയർമാനെയും ഭരണസമിതിയെയും സംരക്ഷിക്കാനാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ശ്രമിക്കുന്നത്. മൂല്യമില്ലാത്ത വസ്തുക്കൾക്ക് കോടികളുടെ ലോൺ നൽകി കമ്മീഷൻ പറ്റിയെന്ന് CPM ഇരിഞ്ഞാലക്കുട ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം KR വിജയ എന്നിവർ ആരോപിച്ചു. സാധാരണക്കാർക്ക് സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയയും ഉറപ്പാക്കുന്നതിനായി ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ച സായി സുദർശനം പദ്ധതിയുടെ 20ാം വാർഷികാഘോഷം ശനിയാഴ്ച നടക്കും. മമ്പിയൂർ സായി മന്ദിരത്തിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. മൗനയോഗി സ്വാമി ഹരിനാരായണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഭാരവാഹികളായ സബിത രഞ്ജിത്ത്, PV ആതിര, നവ്യ പ്രേമൻ, രാംദാസ് ആലത്തി, സതീഷ് കുമാർ ഗുരുവായൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിൽ PS സതീശൻ അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും കേരള ചരിത്ര കൗൺസിലിന്റെ മികച്ച പ്രാദേശിക ചിത്രകാരനുള്ള പുരസ്കാരം ലഭിച്ച റാഫി നിലങ്കാവിനെയും ചടങ്ങിൽ ആദരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിൽ ആതിര അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, കൗൺസിലർ KM മെഹ്റൂഫ്, മാധ്യമപ്രവർത്തകൻ KC ശിവദാസ്, ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം, സെക്രട്ടറി KC അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗവേഷണ പരീക്ഷണങ്ങളിൽ മൃഗങ്ങളുടെ ഉപയോഗവും നൈതിക മാനദണ്ഡങ്ങളെയും കുറിച്ചുള്ള 3 ദിവസത്തെ പ്രായോഗിക പരിശീലന ശില്പശാലയ്ക്ക് അമല ക്യാൻസർ ഗവേഷണ കേന്ദ്രത്തിൽ തുടക്കമായി. അമല ക്യാൻസർ ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ V രാമൻകുട്ടി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ആനിമൽ എത്തിക്കൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ TD ബാബു, പ്രൊഫസർ ഡോക്ടർ ലീന ചന്ദ്രശേഖരൻ, അമല ക്യാൻസർ ഗവേഷണ കേന്ദ്രത്തിലെ വെറ്ററിനറി ഓഫീസർ ഡോക്ടർ രാംനാഥ്, കേന്ദ്ര റെഗുലേറ്ററി അതോറിറ്റി മുഖ്യപ്രതിനിധി ഡോക്ടർ സുജ റാണി എന്നിവരാണ് ക്ലാസ് നയിക്കുന്നത്.
മുളകുന്നത്തുകാവ് പഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർക്കിടക മാസാചരണവും കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സോണി സണ്ണി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ടി വി സ്മിത, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹരിദാസ്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ റോഡരികിൽ ഭീഷണിയായിരുന്ന മരങ്ങളും ചില്ലകളും മുറിച്ചു നീക്കി. അരുവായി, ജെറുസലേം, ചിറയ്ക്കൽ എന്നിവിടങ്ങളിലെ മരങ്ങളാണ് മുറിച്ചു നീക്കിയത്. പാഴ്മരങ്ങൾ കാറ്റിൽ വൈദ്യുത ലൈനിൽ തട്ടുന്നത് മൂലം വൈദ്യുതി തടസ്സപ്പെടുന്നത് പതിവായിരുന്നു. ഇതേ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ മുൻകൈയെടുത്ത് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. ഗുരുവായൂർ തൈക്കാട് ഓട്ടോ ടാക്സിയുടെ പുറകിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. ബ്ലാങ്ങാട് കടപ്പുറം കുന്നാമ്പിള്ളി അബ്ദുൾ റഫീഖാണ് പരിക്കേറ്റത്. തൈക്കാട് KSEB സബ്സ്റ്റേഷന് മുന്നിലായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ആക്ട്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് റോഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. എരുമപ്പെട്ടി കുന്നത്തേരി സ്വദേശി ജിനീഷിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ യൂണിഫോം വിതരണം ചെയ്തു. ഇരിങ്ങാപ്പുറത്ത് ഗോപാലൻ ഭാര്യ അമ്മിണിയുടെ ഓർമ്മയ്ക്കായി മക്കളാണ് കുട്ടികൾക്ക് സ്പെഷ്യൽ യൂണിഫോം സമ്മാനിച്ചത്. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, പഞ്ചായത്ത് അംഗം തുളസി രാമചന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ സജീന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,130 രൂപ, പവന് 1,05,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിൽ വിവാദം. പദ്ധതിയുടെ നടത്തിപ്പിന് പുതിയ സാമ്പത്തിക വ്യവസ്ഥ ഏർപ്പെടുത്തി. SPC പദ്ധതി പുതിയതായി അനുവദിക്കപ്പെടുന്ന സ്കൂളുകൾ 5 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് നിർദ്ദേശം. കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമനം തടയാൻ കോൺഗ്രസിന്റെ ശ്രമം. കോൺഗ്രസ് നടപടിക്കെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം സംഘർഷത്തിനിടയാക്കി. കുളവാഴകൾ നിറഞ്ഞ് ഒഴുക്ക് നഷ്ടപ്പെട്ട ചാഴൂർ ചിറയ്ക്കൽ തോട്. നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ 100ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ചാലക്കുടി മേലൂർ വെട്ടുക്കടവിലും തൃപ്രയാറിലും മിന്നൽ ചുഴലി. നിരവധി മരങ്ങൾ കടപുഴകി വീണു. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ പള്ളിയോട മണ്ഡപത്തിന്റെ മേൽക്കൂര തകർന്നു. സെപ്റ്റേജ് മാലിന്യം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ സർവകക്ഷി യോഗം വിളിക്കാൻ ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. തുടർ നടപടി സ്വീകരിക്കുക, ജനങ്ങളുടെ ആശങ്കകൾ കേട്ടതിന് ശേഷം. വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി CPI കൗൺസിലർമാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.